ഇന്ന് വിശാഖം നാള് മഹാബലി തമ്പുരാൻ്റെ ഐതിഹ്യവുമായി വളരെയേറെ ബന്ധപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പതിവ് പോലെ ഞങ്ങൾ ഇന്നും പൂക്കളം ഇടാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും ഒരു 4 കളർ വെച്ചിട്ടാണ് പൂക്കളം ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരാം. മഹാബലി തമ്പുരാൻ്റെ ഐതിഹ്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഐതിഹ്യമനുസരിച്ച് മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നത് ഈ വിശാഖം നാളിൽ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് പ്രജകൾ തങ്ങളുടെ രാജാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതും ഈ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മുതൽ പൂക്കളത്തിന് വലിപ്പവും കൂടി തുടങ്ങും. സാധാരണഗതിയിൽ ഓണത്തിൻ്റെ 4ാം നാളാണ് വിശാഖം പൂക്കളം വരുന്നത്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ 5ാം നാളാണ് വിശാഖം പൂക്കളം വരുന്നത്. അപ്പോൾ വിശാഖം നാൾ മുതൽ പൂക്കളത്തിൽ പ്രധാനമായും പണ്ട് കാലങ്ങളിൽ തുളസി, മുക്കുറ്റി, തുമ്പ എന്നീ പരമ്പരാഗത പൂക്കളാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. അതിനൊപ്പം കൂടുതൽ നിറം നൽകാനായി ചെമ്പരത്തിപ്പൂവും മറ്റു വലിയ പൂക്കളും ഈ ദിവസം മുതൽ ഉപയോഗിച്ചു തുടങ്ങുന്നു. നിറങ്ങളുടെ ആധിക്യം കൊണ്ടും മുറ്റം കൂടുതൽ മനോഹരമാകുന്ന കാഴ്ചയാണ് വിശാഖം നാളിൽ നമ്മൾ കാണുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ തൊടികളിൽ നിന്നും നടവഴികളിൽ നിന്നും ഒക്കെയാണ് പൂവ് ശേഖരിച്ചിരുന്നത്. ഇപ്പോൾ കാലം മാറി. അതുകൊണ്ട് കടകളിൽ നിന്നാണ് പൂക്കൾ വാങ്ങി പൂക്കളം തയ്യാറാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വളരെ വിരളമായ ആളുകൾ സ്വന്തം പറമ്പുകളിൽ നിന്നും മറ്റും പൂക്കൾ ശേഖരിച്ച് പൂക്കളങ്ങൾ തയ്യാറാക്കുന്നത് കാണാറുണ്ട്. അവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമവും ഉണ്ടാവാറുണ്ട്. സംസാരിച്ചിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ പൂക്കളം ഏകദേശം ഇട്ട് തീരാറായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വിശാഖം പൂക്കളമാണ്. ഇന്ന് നല്ല രസകരമായിട്ടാണ് ഞാനും മോളും കൂടി വിശാഖം പൂക്കളം ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ പൂക്കളം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ.